ഹായ്, എന്താണ് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അഥവാ BCA? ഈ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? സിലബസ് എന്താണ് ഫോളോ ചെയ്യുന്നത്? അതേപോലെ ഈ AI കാലത്ത് ഒരു സാധാരണ BCA ഡിഗ്രി മാത്രം എടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനോട് ചേർത്ത് പഠിക്കണം? തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതൊരു പോഡ്കാസ്റ്റ് മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിത് പൂർണ്ണമായും കേൾക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. BCA ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ല, അതൊരു 3 വർഷത്തെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാമാണ്. ഇപ്പോൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് 4 വർഷത്തെ ഓണേഴ്സ് പ്രോഗ്രാമായും ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷേ BCAയുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റുമാണ്. പഠിച്ചിറങ്ങുന്നൊരു കുട്ടിക്ക് എന്ത് കഴിവാണ് ഇതുകൊണ്ട് കിട്ടുന്നത്? പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉപരിപഠനം നടത്തണമെന്നുണ്ടെങ്കിൽ, അതായത് MCA അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു MSc ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സജ്ജരാക്കുക. ശരി. 2, പഠനം കഴിഞ്ഞുടനെ IT ഇൻഡസ്ട്രിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വെബ് ഡെവലപ്പർ അങ്ങനെയുള്ള എൻട്രി ലെവൽ റോളുകളിൽ ജോലി നേടാൻ നിങ്ങളെ പ്രാപ്തരാക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ കോഴ്സിന് ചേരാൻ പറ്റുക? +2 സയൻസ് തന്നെ പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതോ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കും അവസരമുണ്ടോ? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം വരുന്നത്. ഓക്കെ. ഇതിന്റെ യോഗ്യത ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോന്നാണ്. ഉദാഹരണത്തിന്, പല ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ +2 ഏത് സ്ട്രീം പഠിച്ചതാണെങ്കിലും, അത് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആകട്ടെ, ഒരു നിശ്ചിത ശതമാനം മാർക്കുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടും. എന്നാൽ കേരളത്തിലെ കാലിക്കറ്റ്, MG, കേരള യൂണിവേഴ്സിറ്റി പോലുള്ള മിക്ക സർക്കാർ യൂണിവേഴ്സിറ്റികളിലും +2 മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ചവർക്ക് മുൻഗണനയുണ്ടാകും. അതായത് മാത്സ് പഠിച്ചിരിക്കണം. അതെ. ചിലപ്പോൾ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സ് പഠിച്ചവർക്ക് മാത്രമായിട്ട് പ്രവേശനം പരിമിതപ്പെടുത്താറുമുണ്ട്. ഒരു വിദ്യാർത്ഥി ഈ കോഴ്സിന് ചേർന്നാൽ അടുത്ത 3 വർഷം അവരെന്തൊക്കെയാവും പഠിക്കാൻ പോകുന്നത്? ഇതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് പ്രായോഗികമായി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നതിലാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൽ വലിയ മുൻപരിചയമില്ലാത്ത, അതായത് ഏത് സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആ സിലബസിലേക്കൊന്ന് നോക്കാം. 1ാം വർഷം എന്തൊക്കെയായിരിക്കും ഒരു കുട്ടി പഠിക്കുക? 1ാം വർഷം എന്ന് പറയുന്നത് ഒരു അടിത്തറയിടുന്ന ഘട്ടമാണ്. ഒരു ഭാഷ പഠിക്കുമ്പോൾ അക്ഷരമാല പഠിക്കുന്നത് പോലെ. ഓക്കെ. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതായത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്. പിന്നെ ഒരു വെബ്സൈറ്റിന്റെ ഘടന എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്ന HTML. പ്രോഗ്രാമിംഗിന്റെ ചിന്താരീതി പഠിക്കാൻ C പ്രോഗ്രാമിംഗ്. ഡാറ്റകളെ എങ്ങനെ ചിട്ടയായി കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ. ഇതിന്റെ കൂടെ ലോജിക്കൽ ചിന്ത വളർത്താൻ ആവശ്യമായ കണക്കും പഠിക്കാനുണ്ടാവും. അതായത് പ്രോഗ്രാമിങ്ങിന് ഒരു ശക്തമായ അടിത്തറ ആദ്യ വർഷം തന്നെ കിട്ടും. പിന്നെ 2-3 വർഷത്തേക്ക് എത്തുമ്പോഴോ പഠനം എങ്ങനെയാ മാറുക? 2-3 വർഷങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിലുള്ള വിഷയങ്ങളിലേക്ക് കടക്കും. ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ പ്ലാൻ ചെയ്തുണ്ടാക്കാം എന്ന് പഠിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ശരി. പിന്നെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളിലൊന്നായ ജാവ, വെബ് ടെക്നോളജീസ്. നമ്മുടെ കമ്പ്യൂട്ടറുകളെ പ്രവർത്തിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള പഠനം, ഇന്റർനെറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരും. കോഴ്സിന്റെ അവസാനത്തിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടാവുമെന്നും കേട്ടിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യം എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 6ാം സെമസ്റ്ററിൽ നിങ്ങൾ ഈ 3 വർഷം പഠിച്ച കാര്യങ്ങൾ എല്ലാം ഉപയോഗിച്ച് സ്വന്തമായി ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ചെയ്യണം. അതൊരു പരീക്ഷ പോലെയല്ല അല്ലേ? അല്ല. ഒരു യഥാർത്ഥ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു അനുഭവം നൽകാൻ ഇത് സഹായിക്കും. നിങ്ങളുടെ കഴിവും ആശയങ്ങളും കാണിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. ഒരു നല്ല പ്രൊജക്റ്റ് നിങ്ങളുടെ ബയോഡാറ്റയിലെ ഏറ്റവും തിളക്കമുള്ളൊരു നക്ഷത്രമായി മാറും. നിങ്ങൾ സിലബസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് പ്രധാനപ്പെട്ട ഒരു സംശയം വന്നത്. നമ്മൾ ജീവിക്കുന്നത് 2026-ലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ശരിയാണ്. ChatGPT, GitHub, Copilot പോലുള്ള ടൂളുകളില്ലാതെ ഒരു കോഡർക്ക് പോലും ഇന്ന് മുന്നോട്ടു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് തയ്യാറാക്കിയ ഈ സിലബസ് ഇന്നത്തെ കാലത്തിന് എത്രത്തോളം യോജിച്ചതാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടേതുപോലുള്ള സിലബസുകൾ നിങ്ങൾക്ക് C, ജാവ, നെറ്റ്വർക്കിംഗ് പോലുള്ള അടിസ്ഥാന വിഷയങ്ങളിൽ വളരെ ശക്തമായ ഒരു അടിത്തറ നൽകും. അതിലൊരു സംശയവുമില്ല. ഒരു കെട്ടിടം പണിയാൻ നല്ലൊരു ഫൗണ്ടേഷൻ വേണ്ടേ? അതുപോലെ അതും അത്യാവശ്യമാണ്. ഓക്കെ. പക്ഷേ ആ അടിത്തറയുടെ മുകളിൽ എന്തു പണിയണമെന്ന് സിലബസ് എപ്പോഴും പറഞ്ഞു തരണമെന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പോരായ്മകൾ?
ഒരു വിദ്യാർത്ഥി എന്തൊക്കെയാണ് സിലബസിന് പുറത്തുനിന്ന് പഠിക്കേണ്ടി വരുന്നത്? പ്രധാനമായും 4 മേഖലകളിൽ വലിയ വിടവുകളുണ്ട്. ഒന്നാമത്തേത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും. ആ മിക്ക യൂണിവേഴ്സിറ്റികളുടെയും സാധാരണ BCA സിലബസിൽ മെഷീൻ ലേണിംഗ് എന്നത് അവസാന സെമസ്റ്ററിലെ ഒരു ഐച്ഛിക വിഷയം, അതായത് ഒരു ഇലക്റ്റീവ് മാത്രമാണ്. ഓ, അതായത് വേണമെങ്കിൽ പഠിച്ചാൽ മതിയെന്നോ? അതെ, പക്ഷേ ഇന്നത്തെ ലോകത്ത് അതൊരു ഓപ്ഷനല്ല, അത്യാവശ്യമാണ്. ശരിയാണ്. രണ്ടാമത്തെ പോരായ്മയോ? പുതിയ വെബ് ടെക്നോളജികളുടെ അഭാവം. സിലബസിൽ ഒരു പക്ഷേ നിങ്ങൾ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാൻ PHP എന്നൊരു ഭാഷ പഠിച്ചേക്കാം. എന്നാൽ ഇന്ന് ഇൻഡസ്ട്രിയിൽ റിയാക്ട്, Node.js പോലുള്ള പുതിയ ടെക്നോളജികൾക്കാണ് പ്രാധാന്യം. ഡേറ്റാ സയൻസിന്റെയും ക്ലൗഡ് കമ്പ്യൂട്ടിംഗിന്റെയും കാര്യത്തിലും ഈ വിടവ് കാണാൻ കഴിയുമോ? തീർച്ചയായും. അതാണ് അടുത്ത 2 പോയിന്റുകൾ. നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്ന ഓരോ ക്ലിക്കും ഓരോ ലൈക്കും വലിയ അളവിലുള്ള ഡാറ്റയാണ്. ഈ ഡാറ്റ വിശകലനം ചെയ്ത് ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്ന മേഖലയാണ് ഡാറ്റാ സയൻസ്. അതിനെ ഇന്ന് വേണ്ടത് പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ഭാഷയും പവർ BI പോലുള്ള ടൂളുകളുമാണ്. അതുപോലെ ഇന്നത്തെ മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയറുകളും പ്രവർത്തിക്കുന്നത് ക്ലൗഡിലാണ്. ആമസോൺ വെബ് സർവീസസ് പോലെയുള്ളവ. അതെ, AWS അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അഷ്യൂർ പോലുള്ള ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചുള്ള അറിവ് ഇന്ന് അത്യാവശ്യമാണ്. ഈ വിഷയങ്ങളൊന്നും സാധാരണ BCS സിലബസിൽ ആഴത്തിൽ പഠിപ്പിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് സ്വാഭാവികമായും ഒരു ആശങ്ക തോന്നാം. സിലബസിൽ ഇത്രയും വിടവുകളുണ്ടെങ്കിൽ പിന്നെ ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഇതിനെങ്ങനെ മറികടക്കാം? ഇവിടെയാണ് സ്പെഷ്യലൈസേഷനുകളുടെ പ്രാധാന്യം വരുന്നത്. ഒരു സാധാരണ BCA ഡിഗ്രി എടുക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യം നേടാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് BCA പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BCA ഇൻ സൈബർ സെക്യൂരിറ്റി, ഡേറ്റ അനലിറ്റിക്സ്, ഇതൊക്കെയാണോ ഉദ്ദേശിച്ചത്? അതെ അതെ. ഒരു കാര്യം എന്താന്ന് വെച്ചാൽ IT ഫീൽഡിൽ ഇന്ന് വലിയ മത്സരമാണ്. ഒരേ ജോലിക്ക് 100 കണക്കിന് അപേക്ഷകരുണ്ടാകും. അപ്പോൾ ഒരു സാധാരണ BCA ബിരുദധാരി എന്നതിലുപരി ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ അത് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. തീർച്ചയായും നിങ്ങളെ എളുപ്പത്തിൽ ശ്രദ്ധിക്കും. ഒരു ഉദാഹരണം പറയാമോ? ഒരു AI സ്പെഷ്യലൈസേഷൻ കോഴ്സിൽ എന്തായിരിക്കും കൂടുതലായി പഠിപ്പിക്കുക? പറയാം. നിങ്ങൾ AI സ്പെഷ്യലൈസേഷൻ എടുക്കുകയാണെങ്കിൽ സാധാരണ സിലബസിനു പുറമെ ന്യൂറൽ നെറ്റ്വർക്കുകൾ, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസ് എന്നിവയെല്ലാം ആഴത്തിൽ പഠിക്കും. പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്തെല്ലാം തരം ജോലികളാണ് ഒരു BCA ബിരുദധാരിയെ കാത്തിരിക്കുന്നത്? അവസരങ്ങൾ ഒരുപാടുണ്ട്. തുടക്കത്തിൽ സാധാരണയായി സോഫ്റ്റ്വെയർ ഡെവലപ്പർ ട്രെയിനി, വെബ് ഡെവലപ്പർ, ടെക്നിക്കൽ അനലിസ്റ്റ് തുടങ്ങിയ റോളുകളാണ് കിട്ടുക. UX ഡിസൈനർ ആകാം. അതായത് ഒരു ആപ്ലിക്കേഷൻ കാണാൻ എങ്ങനെയിരിക്കണം, ഉപയോഗിക്കാൻ എത്ര എളുപ്പമായിരിക്കണം എന്നൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾ. അത് കൊള്ളാം. അതുപോലെ കമ്പനികൾക്ക് കിട്ടുന്ന വലിയ അളവിലുള്ള ഡേറ്റ അനലൈസ് ചെയ്ത് ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഡേറ്റ അനലിസ്റ്റ്, ടെക്നിക്കൽ ടീമിനും ക്ലയന്റിനുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്ന ബിസിനസ് അനലിസ്റ്റ്, അങ്ങനെ നിരവധി റോളുകളുണ്ട്. ഒരു നല്ല ജോലി ഉറപ്പാക്കുക എന്നത് ഇന്നത്ര എളുപ്പമല്ലല്ലോ. ഒരു വിദ്യാർത്ഥി കോളേജ് ജീവിതത്തിന്റെ 3 വർഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് പഠിച്ചിറങ്ങുമ്പോൾ ഒരു മികച്ച ജോലി കയ്യിലുണ്ടാവുക? ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും തന്ത്രപരമായി ചിന്തിക്കേണ്ടത്. പലപ്പോഴും കോഴ്സിനേക്കാൾ പ്രധാനം നിങ്ങൾ പഠിക്കുന്ന കോളേജാണ് എന്നുവരെ പറയാറുണ്ട്. സിലബസിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. നിങ്ങൾ ലക്ഷ്യമിടുന്ന കരിയറിനാവശ്യമായ പുതിയ ടെക്നോളജികൾ സ്വന്തമായി പഠിക്കാൻ തുടങ്ങണം. ഒരു ഉദാഹരണം പറഞ്ഞാലോ? AI ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കോളേജിൽ ജാവ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് പൈത്തൺ പഠിക്കണം. ChatGPT, GitHub Copilot പോലുള്ള AI ടൂളുകൾ വെറും കൗതുകത്തിനല്ല, ഒരു പ്രൊഫഷണൽ എങ്ങനെ ഉപയോഗിക്കുമോ അതുപോലെ ഉപയോഗിക്കാൻ പഠിക്കുക. സ്വന്തമായി പ്രോജക്റ്റുകൾ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പലരും പറയാറുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് സ്വന്തമായി ചെറിയ പ്രോജക്റ്റുകൾ ചെയ്യുക. ഒരു ചെറിയ വെബ്സൈറ്റോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ എന്തെങ്കിലും. എന്നിട്ട് നിങ്ങൾ ചെയ്ത ഈ പ്രോജക്റ്റുകൾ പ്രദർശിപ്പിക്കാൻ ഒരു GitHub പ്രൊഫൈൽ ഉണ്ടാക്കുക. ഇന്നത്തെ കാലത്ത് ഒരു കോഡറുടെ ബയോഡാറ്റ എന്ന് പറയുന്നത് അവരുടെ GitHub പ്രൊഫൈലാണ്. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഞാനത് പഠിച്ചിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതെന്റെ GitHub ലിങ്ക് ആണ് എന്ന് പറയുന്നതിന് 100 ഇരട്ടി മൂല്യമുണ്ട്. അവസാനമായി സോഫ്റ്റ് സ്കിൽസ്. നന്നായി സംസാരിക്കാനും നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാക്കാനും ഒരു ടീമിന്റെ കൂടെ പ്രവർത്തിക്കാനുമുള്ള കഴിവുകൾക്കും പഠനത്തോടൊപ്പം പ്രാധാന്യം നൽകുക.